എൻ്റെ പേര് രജിത. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട രൂപതയിലെ കല്ലേറ്റങ്കര ഉണ്ണിമിശിഹ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവിൻ്റെ പേര് ഡെനീസ്. ഞങ്ങൾ കുവൈറ്റിലാണ് ഫാമിലിയായിട്ട് താമസിക്കുന്നത്. ഞങ്ങൾക്കൊരു മകനാണുള്ളത്. ആൾ 22 വർഷമായിട്ട് അവിടെയാണ്. ഞാനും മകനും ഒരു 12 വർഷമായിട്ട് അവിടെയാണ്. ആളവിടെ ഒരു പ്രിൻ്ററായിട്ട് ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഞാനവിടെ ടീച്ചറാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ 2024 ഫെബ്രുവരിയിൽ വലിയൊരു ഇടപെടൽ മാതാവിൻ്റെ ഉണ്ടായത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിനു മുൻപ് തന്നെ പറയട്ടെ, എൻ്റെ ഭർത്താവ് ആദ്യമേ ചെറുപ്പം തൊട്ടേ മാതാവിൻ്റെ വലിയൊരു ഭക്തനാണ്. എപ്പോഴും കൊന്തയെത്തിച്ച് നടക്കുന്ന ശീലമാണ്. ഒരു ദിവസം പോലും കുർബാനയോ ഒന്നും ആരാധനയോ ഒന്നും മുടക്കാറില്ല. പ്രസ്സിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നൈറ്റ് ഷിഫ്റ്റുകൾ വരാറുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് വന്നാൽ പോലും അവിടുത്തെ 5:45 രാവിലത്തെ കുർബാനയ്ക്ക് എങ്ങനെയെങ്കിലും ആൾ അഡ്ജസ്റ്റ് ചെയ്തെത്തുകയും കുർബാനകളിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വർഷം ഈ 2024 ഫെബ്രുവരിയിലാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങളുടെ മകൻ്റെ +2 പരീക്ഷയ്ക്ക് വേണ്ടി മകൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ആകെ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഫെബ്രുവരി ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു 3-ാം തീയതിയൊക്കെ ആയിട്ട് ആൾ എന്നോട് പറയുകയാണ്, അവിടെ വിൻ്ററാണ്, അപ്പോൾ നല്ല തണുപ്പാണ്, എൻ്റെ കൈ ഭയങ്കര മരവിപ്പുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ചിലപ്പോൾ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആയിരിക്കുമല്ലോ, അത് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അടുത്ത ദിവസം ആളുടെ ജോലി സ്ഥലത്ത് നിന്ന് എനിക്ക് കോള് വരികയാണ്. ആളെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുകയാണ്. കാരണം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആൾ പറയുന്നത് കൂടെയുള്ള സ്റ്റാഫിനൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ പ്രഷർ 179/100 നിൽക്കുന്നത്. അവിടെ പക്ഷേ കുവൈറ്റ് ആയതുകൊണ്ടും അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് അങ്ങനെ പെട്ടെന്നൊന്നും അവർ നമ്മൾക്ക് ചികിത്സകൾ ചെയ്യില്ല. അവരുടേതായിട്ടുള്ള ഒരു പ്രൊസീജിയറുകളുണ്ട്. അവിടെ ഞാൻ പെട്ടെന്ന് തന്നെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, സ്ട്രോക്കിൻ്റെ ചെറിയ സിംറ്റംസ് ആണ്, പക്ഷേ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നിങ്ങൾ സേവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പ്രഷറിനുള്ള മരുന്നും സ്ട്രോക്കിൻ്റെ മെഡിസിനും എടുക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളിവിടെ വന്ന് OPDയിൽ കാണാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബുധനാഴ്ച, 1 വീക്ക് ആയിട്ടില്ല, ഒരു ബുധനാഴ്ച തൊട്ട് ആളുടെ സ്പീച്ച് മുഴുവൻ ആൾ വിചാരിക്കുന്നത് ആൾക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ നാട്ടിലേക്ക് വിളിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് നമ്മളിവിടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ന്യൂറോയിൽ അന്വേഷിച്ച് അവിടെ ബുക്ക് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് കയറി പോരുകയാണ്. ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ അവിടെ നിന്ന് കയറി. തിങ്കളാഴ്ച രാവിലെയാണ് ഇവിടെ എത്തേണ്ടത്. വരുന്നതിന് മുൻപ് ഡോക്ടേഴ്സിനോട് 2-3 പേരോട് യാത്ര ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം മരുന്ന് ഓൾറെഡി എടുക്കുന്നതാണല്ലോ. അങ്ങനെ കൊച്ചിയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പൈലറ്റ് അനൗൺസ് ചെയ്ത ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കാല് ഭയങ്കര വേദന, റൈറ്റ് ലെഗ് ഭയങ്കര വേദനിക്കുന്നു എന്ന് പറയല്ല, ഈ ഫിക്സ് വരുന്ന പോലെയുള്ള ഫിക്സിൻ്റേതായിട്ടുള്ള കുറേ സിംറ്റംസ് കാണിച്ചു. അപ്പോഴേക്കും ഒരു മെഡിക്കൽ സ്റ്റാഫ് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ആണ് എന്ന് പറയുമ്പോഴേക്കും ദൈവാനുഗ്രഹം കൊണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അവിടെ നിന്ന് അവർ വേഗം തന്നെ നമ്മൾക്ക് മെഡിക്കൽ സർവീസ് അവൈലബിൾ ആക്കി. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ നിന്നും അവർ ആംബുലൻസ് റെഡിയാക്കി മെഡിക്കൽ ട്രസ്റ്റിലേക്ക് നമ്മളെ വിട്ടു. മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്ന് അരമണിക്കൂർ കൊണ്ട് അവർ ഡയഗ്നോസ് ചെയ്തു. ആളുടെ ബ്രെയിനിൽ മെയിൻ ആർട്ടറിയിൽ, അതായത് ബ്രെയിനിലേക്ക് രക്തം കൊണ്ടുപോകുന്ന പ്രധാന ഞരമ്പുകളിൽ ഒന്ന് മുഴുവൻ ഏകദേശം ഭൂരിഭാഗവും ബ്ലോക്കാണ്. അപ്പോൾ അതിനുള്ള ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെൻഡിങ് മാത്രമാണ്. ഞാൻ ഒരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഈ സയൻസിനെ കുറിച്ചൊന്നും അത്രയ്ക്ക് ധാരണയില്ല. സ്റ്റെൻഡിങ് ഹാർട്ടിൻ്റെ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഞങ്ങളുടെ പാരൻസൊക്കെ ഏജിലാണ്, അപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് കൂടെ വന്നിരുന്നത്. അവിടെ ചെന്ന് ഈ സ്റ്റെൻഡിങ്, അപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 വർഷമേ ആയിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ ബ്രെയിൻ സ്റ്റെൻഡിങ് വന്നിട്ട്, അതല്ലാതെ ഒരു സൊല്യൂഷൻ ആൾക്കില്ല, അത് ചെയ്തില്ലെങ്കിൽ ആൾ കംപ്ലീറ്റ് പാരലൈസ് ആയി പോകും. അപ്പോൾ നമ്മൾ പിന്നെ അത് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ളതുമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ആലോചിക്കുക, നമ്മൾക്ക് ജീവനാണ് വലുത്, അതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്റ്റെൻഡിങ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഫെബ്രുവരി 21 ഉച്ചയ്ക്ക് 2:30 നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് തന്നു ബ്രെയിൻ സ്റ്റെൻഡിങ്ങിന്. അതുവരെ ഒരാഴ്ച അവിടെ അവരുടെ ഒബ്സർവേഷനിൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിറ്റായി. ആ ഒബ്സർവേഷൻ ഡേയ്സിലൊന്നും ആൾക്കൊരു പ്രശ്നവുമില്ല. ആളുടെ ആ ഒരു കുർബാന കാണുന്ന ശീലം അവിടെയും മുടക്കാൻ ദൈവം അനുവദിച്ചില്ല. മെഡിക്കൽ ട്രസ്റ്റിൽ എല്ലാ ദിവസവും 6 മണിക്ക് കുർബാന ഉണ്ടാവും.
രോഗികൾക്ക് അവരവിടെ കൊണ്ടുവന്ന് കുർബാനയ്ക്ക് കൊടുക്കും. അപ്പോൾ നമ്മളോട് ഒരു നേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞതിനെ തുടർന്ന് അച്ഛൻ വന്ന് 5 ദിവസവും ആൾക്ക് കുർബാനയ്ക്ക് കൊടുത്തു. കൊന്ത നന്നായി എത്തിക്കും മോനെ എന്ന് അച്ഛൻ എന്നും പറയും. അങ്ങനെ ഫെബ്രുവരി 21 ഒരു വ്യാഴാഴ്ച, അന്ന് തന്നെയാണ് എൻ്റെ മകന് +2 പരീക്ഷ CBSEയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മകനോടൊന്നും ഇത് പറഞ്ഞിട്ടില്ല. അവൻ തനിച്ചാണ് കുവൈറ്റിൽ. അവനെ ഒറ്റൊരു മകനാവുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് ലാളിച്ചാണ് വളർത്തുന്നത്. കുക്കിങ്ങോ അങ്ങനത്തെ ഒന്നും സെൽഫായിട്ട് ചെയ്യാൻ നമ്മളൊന്നും പ്രാക്ടീസ് കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ ഒരു കസിൻ ബ്രദറാണ് ആളുടെ കൂടെ അവിടെ താമസിക്കാൻ ചെന്നത്. അപ്പോൾ അവൻ്റെ വിചാരം ഇവിടെ അപ്പന് എന്തൊക്കെയോ ടെസ്റ്റുകൾ നടക്കുന്നു. അപ്പോൾ എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ടെസ്റ്റുകളാണ് നടക്കുന്നത്, പക്ഷേ മെയിൻ സർജറിയെ നടക്കുന്നതെന്നുള്ളത് ആൾക്കറിയില്ല. അങ്ങനെ ഫെബ്രുവരി 21 ഉച്ചയ്ക്ക് 2:30 ആൾ സർജറി ചെയ്തു. 2 മണിക്കൂർ കഴിഞ്ഞു. ഡോക്ടർ വിളിച്ച് നമ്മളോട് പറഞ്ഞു സക്സസ് ആയിരുന്നു, പേഷ്യൻ്റ് സുഖമായിട്ടിരിക്കുന്നു. ഒരു ദിവസം ക്ലോസ് ഒബ്സർവേഷന് വേണ്ടി ICUവിൽ കിടത്തും. അടുത്ത ദിവസം, അതായത് ഒരു വ്യാഴാഴ്ചയാണ് ചെയ്തത്, വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 4 മണിയോടുകൂടി റൂം ഷിഫ്റ്റിംഗ് ചെയ്യും. നെക്സ്റ്റ് മൺഡേയോടുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുവൈറ്റിലേക്ക് തിരിച്ചു പോവാം, പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വളരെ കൂളായി. ആളെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഹോംലി ആയിട്ടുള്ളൊരു സ്വഭാവമാണ് ഹസ്ബൻഡിൻ്റെ. എല്ലാവരുമായിട്ടും റിലേഷന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും, ഒരുപാട് പ്രാർത്ഥിക്കും. അപ്പോൾ ആ ശീലങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് ഈ കാലിൽ കൂടെ സ്റ്റെൻറ്റ് കയറ്റിയിട്ട് ബ്രെയിനിലേക്ക് ചെല്ലുന്ന ഒരു ഇതാണ്, അല്ലാതെ സ്കള് റിമൂവ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഹാപ്പിയായി. ഒത്തിരി പേര് കസിൻസൊക്കെ ഓപ്പറേഷൻ്റെ അന്ന് വന്നിരുന്നു. എല്ലാവരും തിരിച്ചുപോയി. രാത്രി 8:30 ആയപ്പോൾ ഒരു അങ്കിളും ഞാനും മാത്രമേ ഉള്ളൂ റൂമിൽ. ICUവിൽ നിന്നും പെട്ടെന്ന് വിളിക്കുക മെഡിക്കൽ ട്രസ്റ്റിൽ, പെട്ടെന്ന് തന്നെ ICUവിലേക്ക് വരണം. ചെന്നപ്പോൾ അവിടെ ബ്രെയിൻ സ്റ്റെൻറ്റിങ് ചെയ്ത ഡോക്ടർ നിൽക്കുകയാണ്. ഡോക്ടർ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു നമ്മുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ. കാരണം എന്താണെന്നറിയില്ല, ഡെനീസിൻ്റെ തലയിൽ ബ്രെയിനിൽ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എമർജൻസി ആയിട്ടൊരു CTക്ക് പോവുകയാണ്. 2 കോംപ്ലിക്കേഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. സ്റ്റെൻറ്റിങ് ചെയ്ത ഭാഗത്ത്, സ്റ്റെൻറ്റ് ഇട്ട ഭാഗത്താണ് ബ്ലീഡിങ് എങ്കിൽ കയറ്റിയ സ്റ്റെൻറ്റ് അതേപോലെ നമ്മൾക്ക് പുറത്തേക്ക് എടുക്കണം. അതുമാത്രമല്ല, ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് എങ്കിൽ സ്കള് റിമൂവ് ചെയ്ത് ഓപ്പറേഷൻ നടത്താതെ പറ്റില്ല. നമ്മുടെ ന്യൂറോ സർജൻ ടീം ഫുൾ ഇവിടെ റെഡിയാണ് എന്ന് പറഞ്ഞ് അവരെയും എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ഒരു സ്വഭാവം ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കാണ്, പെട്ടെന്ന് കരയുന്നൊരു ക്യാരക്ടറൊക്കെയാണ് ഞാൻ. പക്ഷെ എന്തോ എനിക്കെന്തോ ആ നേരത്ത് കരച്ചിലൊന്നും വന്നില്ല. ഡോക്ടർ എൻ്റെ കൈ പിടിച്ച് ഓടി CT റൂമിലേക്ക്. തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു താങ്ക് ഗോഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സ്റ്റെൻറ്റിങ് ചെയ്ത ഭാഗത്തല്ല ബ്ലീഡിങ് വന്നിരിക്കുന്നത്, അത് തന്നെ വലിയ അനുഗ്രഹം. 2 മണിക്കൂർ ഇടവിട്ട് ഇന്ന് മുഴുവൻ നമുക്ക് CT എടുക്കണം. ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്, കാരണം ബ്രെയിനിന് സഹിക്കാവുന്നതിലൊരു പരിധിയുണ്ട്. മിക്കവാറും സ്കള് റിമൂവ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തന്നെയായിരിക്കും ഇതിന് സൊല്യൂഷൻ വരിക. അറിയുന്നവർക്കൊക്കെ ഞാൻ വേഗം ഒരു മെസ്സേജുകൾ ഇട്ടു. എൻ്റെയും ആളുടെയും റിലേറ്റീവ്സിൽ ഓരോ ആൻറ്റിമാരെ വിളിച്ച് ഞാൻ പറഞ്ഞു സംഭവം ക്രിട്ടിക്കലാണ് ആൻറ്റി, പ്രാർത്ഥിക്കണം. ആളുടെ കുവൈറ്റിലും ഈ ഡെയിലി പള്ളിയിലൊക്കെ പോകുന്നത് കൊണ്ട് ഒത്തിരി പ്രയർ ഗ്രൂപ്പുകളിലൊക്കെ ആളെ അറിയാം. പിന്നെ അവിടെ ഈ കൃപാസന മാതാവിൻ്റെ അഖണ്ഡ ജപമാല ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലൊക്കെയുള്ള ചേച്ചിമാർക്ക് ഞാൻ മെസ്സേജ് ചെയ്തു. അവരെന്നോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്യുന്നുണ്ട്, അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ നമ്മൾ പ്രയർ റിക്വസ്റ്റ് ഇടുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല. പക്ഷേ എനിക്ക് ആ സമയത്ത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒട്ടും ഫെമിലിയർ ആയിരുന്നില്ല കൃപാസനത്തിൻ്റെ രീതികളുമായിട്ട്. ഞാനപ്പോൾ നമ്മുടെ സാധാരണ ഏതൊരു മനുഷ്യനും ചെയ്യുന്ന പോലെ കൊന്ത കയ്യിലുണ്ട്. കൊന്ത മുഴുവൻ എത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ മാതാവേ കാക്കണേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. വീട്ടിൽ നിന്ന് പാരൻസ് വിളിക്കും, കുവൈറ്റിൽ നിന്ന് മോൻ വിളിക്കും, ഇവരൊക്കെ വീഡിയോ കോളിലാണ് വിളിക്കുന്നത്. ഇവർക്കൊന്നും ഈ ക്രിട്ടിക്കൽ സ്റ്റേജ് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ഞാൻ ചിരിച്ചിട്ട് പറയുമേ ഒരു കുഴപ്പമില്ല, ICUവിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു, അത് 2 ദിവസം കഴിയുമ്പോൾ മാറ്റും. പിന്നെ ഓരോ ദിവസവും മെഡിക്കൽ, എനിക്ക് അറിഞ്ഞുകൂടെ എല്ലാ ഹോസ്പിറ്റലുകളിലും അങ്ങനെയാണോ എന്ന്, മെഡിക്കൽ ട്രസ്റ്റിൽ വൈഫിനെ അല്ലെങ്കിൽ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളെ മാത്രം വിളിച്ച് പേഷ്യൻറ്റിനെ കാണിച്ച് നമുക്ക് അപ്ഡേഷൻസ് തരും. അപ്പോൾ വ്യാഴാഴ്ച 10 മണിക്ക് ആദ്യത്തെ CT രാത്രി എടുത്തു, ബ്ലീഡിങ് കണ്ടു, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. നമ്മളെല്ലാവരെയും പ്രയർ റിക്വസ്റ്റിന് വിളിച്ചു, നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 12 മണിക്ക് പോകുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡോക്ടറുടെ ഭാഷയിൽ ഡോക്ടർ പ്രാർത്ഥിച്ചോ എന്നല്ല എന്നോട് പറഞ്ഞത്,
നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അതായത് പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ് എനിക്ക് ആ ഡോക്ടറെ മനസ്സിലായത്. പിന്നെ ആ ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഡോക്ടർമാരിൽ ഒരാളാണ്. ആ ഡോക്ടർ ഒരു സാധാരണക്കാർ, അല്ലെങ്കിൽ എൻ്റെ ഒരു അനിയനെ പോലെ എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ CT റൂമിൽ കയറ്റി എന്നെ കാണിച്ച്, 2ാമത്തെ CT കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദൈവത്തിന് ഒരുപാട് നന്ദി പറയണം, ബ്ലീഡിങ് തുടങ്ങിയ പോലെ നിൽക്കുകയാണ്, അത് സ്പ്രെഡ് ആയിട്ടില്ല, അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ 12 മണിയുടെ CT കഴിഞ്ഞു. അതിലപ്പോൾ ചെറിയൊരു ആശ്വാസം വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും 2 മണിക്ക് വിട്ടു, അപ്പോഴും ബ്ലീഡിങ് അതുപോലെ തന്നെ. പിന്നെ 6 മണിക്ക് അവരെടുത്തുള്ളൂ CT. 6 മണിക്ക് എടുത്തപ്പോഴും ബ്ലീഡിങ് രാത്രി 8:30 ഉണ്ടായിരുന്ന അതേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം വെള്ളിയാഴ്ച ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് പിന്നെ ആളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഡോക്ടേഴ്സ് വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ഡെനീസിൻ്റെ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് തളർന്നു, സംസാരിക്കാനുള്ള കഴിവും പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. എനിക്കത് ഇനി നമ്മൾക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ഇത് എപ്പോഴും ബ്രെയിനിൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. മാക്സിമം ഇനി ഡോക്ടേഴ്സ് നോക്കുന്നത് ഡെനീസിൻ്റെ ജീവൻ നിലനിർത്തുക എന്ന് പറയുന്നതാണ് അവരുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു, ഈ ബ്ലീഡിങ്ങിന് ചുറ്റും നീര് വെക്കുന്നത് കൂടിയാലും പ്രശ്നമാണ്, അതും ഇല്ലാതിരിക്കാനുള്ള മരുന്നുകളാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. സ്പീച്ചോ റൈറ്റ് സൈഡ് പാരലൈസ് ആയതോ ഒന്നും നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോയി. അപ്പോഴും ഡെനീസിന് എല്ലാ ദിവസവും അച്ഛന്മാർ ഈ കുർബാന കഴിയുമ്പോൾ ICUവിലുള്ള പേഷ്യൻസിനെയും നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ അവർ പോയി ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും അവിടുത്തെ അച്ഛൻ പോയി ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ വ്യാഴാഴ്ച ഈ സർജറി കഴിഞ്ഞു, വെള്ളി കഴിഞ്ഞു. ശനിയാഴ്ച രാവിലെ ഞാൻ മെയിൻ ഡോക്ടർമാർ എല്ലാ ഡോക്ടേഴ്സും അവിടെ വിസിറ്റ് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിനെ ബൈസ്റ്റാൻഡറെ ഉള്ളിൽ വിളിച്ച് കാണിക്കും. അപ്പോൾ അതൊരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത്. ഞാൻ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കൊന്തയും ചൊല്ലി അതിൻ്റെ മുൻപിൽ ഒരു 9 മണി തൊട്ട് തന്നെ അവിടെ നിൽക്കും. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു ചേച്ചി വന്ന്, അല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ളൊരു ലേഡി വന്ന് എന്നോട് ചോദിച്ചു, കൃപാസനം തൈലം ഉണ്ടോ കയ്യിലെന്ന്. അപ്പോൾ ഞാൻ, ഇല്ല എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ തലേ ദിവസം കൃപാസനത്തിൽ ഒരു കൊന്ത, ഗ്രേ കളർ കൊന്ത ഒരു കസിൻ ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നിരുന്നു. അവരെന്നോട് അത് പ്രത്യേകം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അത് ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ത്രീ വന്ന് എന്നോട് കൃപാസന തൈലത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല എൻ്റെ കയ്യിൽ തൈലം ഇല്ല. അപ്പം എന്നോട് പറഞ്ഞു, പകർത്തി തരാൻ എൻ്റെ കയ്യിൽ പാത്രമോ അങ്ങനെ ഒന്നുമില്ല, കൈ കാണിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ വലത്ത് കൈ കാണിച്ചു. അതിലേക്ക് അവർ കുറച്ച് ഡ്രോപ്പ് ഒഴിച്ചു. ഞാൻ അത് പിടിച്ച് നിൽക്കുമ്പോൾ ഈ എണ്ണ കൈയുടെ സൈഡിൽ കൂടെ ഒക്കെ ഒലിക്കുകയാണ്. 9 മണിയായിട്ടുള്ളൂ. 11 മണിയാകുമ്പോഴേക്കും ഈ എണ്ണയൊന്നും ഈ തൈലമൊന്നും എൻ്റെ ഭർത്താവിൽ പ്രവർത്തിക്കില്ലല്ലോ മാതാവേ എന്ന് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് എനിക്ക് തോന്നി, ആ കൊന്ത ആ തൈലത്തിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം, കൊന്തയിലായാൽ അത്രയായല്ലോ എന്ന് വിചാരിച്ച് ആ കൊന്തയിൽ ഞാനത് തൈലം മുഴുവൻ, ഈ ഒലിച്ചിങ്ങനെ ഇറങ്ങുന്ന തൈലം മുഴുവൻ ഞാൻ പുരട്ടിയെടുത്തു. അന്ന് തന്നെ മെയിൻ ഡോക്ടർ വന്ന്, ആൾ 9 മണി കഴിഞ്ഞപ്പോൾ വന്നു, ആളെ കണ്ടു. പെട്ടെന്ന് തന്നെ എന്നോട് ഡെനീസിൻ്റെ ബൈസ്റ്റാൻഡർ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നു. എന്നോട് പറഞ്ഞു സെയിം കാര്യങ്ങൾ തന്നെ, റൈറ്റ് സൈഡ് വീക്ക്നെസ് ആണ്, സംസാരിക്കില്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആൾ പറഞ്ഞു, രജിത പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള ജൂനിയേഴ്സ് പറഞ്ഞു, ഇല്ല മറ്റു ഡോക്ടേഴ്സ് കണ്ടിട്ടില്ല, 11 o'clock ആവണം ബൈസ്റ്റാൻഡേഴ്സിനെ കാണിക്കാൻ. എനിക്ക് അറിഞ്ഞുകൂടന്നു എന്തുകൊണ്ടാണ് ആ ഡോക്ടർ അങ്ങനെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തത്. ആൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അതിനെന്താ, രജിത കണ്ടതുകൊണ്ട് മറ്റു ഡോക്ടേഴ്സ് കാണുന്നതിന് അതൊരു തടസ്സമല്ല, രജിത ഒരു 5 മിനിറ്റേ കാണുള്ളൂ, കണ്ടിറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈയുടെ ഉള്ളിൽ ഒരു തുള്ളിയോടിയും ആ തൈലം ബാക്കിയുണ്ട്. ഓടി ചെന്ന് ഞാൻ ആളുടെ ഈ തലയിലും കയ്യിലും തളർന്ന ഭാഗങ്ങളിലൊക്കെ പുരട്ടി. അവിടുത്തെ നേഴ്സസും ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലിയിൽ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം കോവിഡ് ടൈം തൊട്ട് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജ്ഞാനം 16:12 പിന്നെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങേ കരബലം പ്രകടമാക്കണമേ എന്നുള്ള വചനവും എൻ്റെ ചേച്ചി എഴുതി 2 വചനങ്ങൾ കയ്യിൽ തന്നിരുന്നു. നന്നായി പ്രാർത്ഥിച്ചോ ചേച്ചി, ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിത് പ്രാർത്ഥിച്ച് പിന്നെയുള്ള ദിവസങ്ങളിലൊന്നും ICUവിൽ തന്നെ ഒരു 10-18 ദിവസം കിടന്നു. മാറ്റങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. റൂമിലേക്ക് കൊണ്ടുവന്നു. മാർച്ച് 14 ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇനി ഇവിടെ കെടുത്തുന്നത് കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. പിന്നെ ആ സമയത്ത് ആൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട് ഈ ലിക്വിഡ് ഐറ്റംസ് ഫീഡായിട്ടാണ് പോയിരുന്നത്.
ഇനി നിങ്ങൾ ഏറ്റവും വേഗം ഈ റൈറ്റ് സൈഡ് വീക്ക്നെസ് മാറാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി അന്വേഷിക്കുക. അത് ന്യൂറോവുമായി ബന്ധപ്പെട്ട ഫിസിയോതെറാപ്പി ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകാനാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. അതിനുശേഷം അത് ന്യൂറോളജിസ്റ്റ് പറഞ്ഞു. ബ്രെയിൻ സ്റ്റെൻറ്റിങ് ചെയ്ത ഡോക്ടർ വിളിച്ച് എന്നോട് പറഞ്ഞു, കൊണ്ടുപോകുന്നതിന് മുൻപ് നമ്മൾ എമർജൻസി ഒരു CT കൂടി എടുക്കും. മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും ബ്രെയിൻ സ്റ്റെൻറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ ആസ്പിരിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ബ്ലഡ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതാണ്. ആ ടാബ്ലറ്റ് ആളിൽ ബ്ലീഡിങ് കണ്ടതുകൊണ്ട് അവർ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ബ്രെയിനിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ CT എടുക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്, ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ ആരുടെ അടുത്തും ഷെയർ ചെയ്യില്ലത്, എല്ലാവർക്കും ടെൻഷൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴും മാതാവിനോട് തന്നെ പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ CT എടുത്തു. ഡോക്ടർ പറഞ്ഞു അവിടെയും അത്ഭുതം സംഭവിച്ചു. ആസ്പിരിൻ്റെ ടാബ്ലറ്റ് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ബ്രെയിനിൽ ഇതുവരെ പുതിയത് വന്നിട്ടില്ല. അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് ട്യൂബോട് കൂടിയിട്ട് ആൾ കിടന്ന് പാരലൈസ് ആയിട്ടുള്ള ആ സിറ്റുവേഷനിൽ നമ്മൾ വൈക്കത്തേക്ക് ചെല്ലുകയാണ്. വൈക്കത്തുള്ള ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റായി. അവിടെ ചെന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്തു അടുത്ത ദിവസം നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അത് ഡിസൈഡ് ചെയ്തതിൻ്റെ അന്ന് അടുത്ത പ്രോബ്ലം, ആൾ കുഴഞ്ഞു പോവുകയാണ്. ആൾക്ക് നിൽക്കാൻ നമ്മൾ പിടിച്ചു നിർത്തിയാൽ പോലും നിൽക്കാൻ പറ്റുന്നില്ല. നോക്കിയപ്പോൾ പ്രഷർ ഒരുപാട് ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു പ്രഷർ ഇങ്ങനെ ലോ ആയാൽ ശരിയാവില്ല, ചെറുതായി ഉപ്പോ എന്തെങ്കിലും ഫീഡിൽ ചെറുതായി കലക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ കൃപാസനം, നമ്മളെ വിസിറ്ററായിട്ട് വന്ന ആരോ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന ഒരു കൃപാസനം ഉപ്പിൻ്റെ ചെപ്പുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അമ്മച്ചി ആ ഉപ്പെടുത്ത്, സിസ്റ്റർമാർ ഇനി ചീത്ത പറയോ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാതെ പതുക്കെ ഇത് തുറന്നപ്പോൾ അവിടെ വന്ന നേഴ്സ് പറഞ്ഞു, കൃപാസനത്തിലെ ആണോ ആൻറ്റി, എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യാം, വിശ്വാസ പ്രമാണമൊക്കെ നന്നായിട്ട് ചൊല്ലി പതുക്കെ ഇടും ഫീഡിൽ, ചേട്ടനെല്ലാം റെഡിയാവും. അന്ന് തൊട്ട് ആളുടെ പ്രഷർ നോർമലിലേക്ക് വന്നു എന്ന് മാത്രമല്ല, വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ അവിടെ വെച്ച് ഡോക്ടറെ പോലും അന്താളിപ്പിച്ച് ആൾ നമ്മുടെ ഈസ്റ്ററിൻ്റെ അന്ന് പരസഹായം ഒന്നുമില്ലാതെ നടക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമ്മൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം, എന്തുമാത്രം കരുതലും കരുണയും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് മനസ്സിലായി തുടങ്ങി. ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം ആളോട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കില്ല, അത്രയും സ്പീഡിലാണ് ആൾ നടക്കുന്നത്. അപ്പം ഡോക്ടേഴ്സിനൊക്കെ പേടിയാവും. ഡോക്ടർ വെച്ചത് എങ്ങനെ ഇത്ര പെട്ടെന്നൊരു മാറ്റം, അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾക്ക് ഒരു ചെറിയ ഹാപ്പിനെസ്സൊക്കെ ആയി. അപ്പോഴാണ് അടുത്ത ന്യൂസ് വരുന്നത്, കുവൈറ്റിലുള്ള ആളുടെ ജോബിൽ നമ്മൾ എമർജൻസി ലീവിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ജോബ് പോകാൻ സാധ്യതയുണ്ട്, കറക്റ്റ് ലീവ് കൊടുത്തിട്ടില്ല. ഇവിടെ നിന്ന് വെറുതെ ഒരു മെയിൽ സെൻഡ് ചെയ്താലൊന്നും ഇന്ത്യൻസിനെ അവരങ്ങനെ കൺസിഡർ ചെയ്യില്ല. അവരുടെ ഡൽഹിയിലുള്ള കുവൈറ്റ് എംബസിയിൽ ഈ മെഡിക്കൽ പേപ്പറുകളെല്ലാം വിട്ട് സ്റ്റാമ്പ് ചെയ്ത് വന്നാൽ മാത്രമേ ജോലിയിൽ തുടരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പേപ്പറുകളൊക്കെ വേഗം വിട്ടു. പക്ഷേ അടുത്ത പ്രശ്നം, റംസാൻ്റെ നോമ്പായതുകൊണ്ട് പല ദിവസങ്ങളിലും ഡൽഹിയിലുള്ള കുവൈറ്റ് എംബസി മുടക്കാണ്. അപ്പോഴും നമ്മൾ ഈ കൊന്തെത്തിച്ചും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ കണ്ടിന്യൂ ചെയ്തും തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആദ്യമായിട്ട് നമ്മൾ ഈ സങ്കീർത്തനങ്ങളിൽ 91-ാം അധ്യായം ഞങ്ങൾ സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരവും ചൊല്ലാറുണ്ട്. അപ്പോൾ ആൾക്കും അത് കാണാതെ അറിയാം. ആളുടെ ബെഡിൻ്റെ അടുത്ത് നിന്ന് എല്ലാ ദിവസവും രാവിലെ ഞാൻ അത് ചൊല്ലി. ഒരു ദിവസം പെട്ടെന്ന് ആൾ ആമേൻ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്ന എൻ്റെ ചേച്ചിയും ഞെട്ടി. ഞങ്ങൾ ഒന്നുകൂടിയും സെയിം വേർഡ് റിപ്പീറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും 2-3 ദിവസങ്ങൾക്ക് ശേഷം ദൈവികമായിട്ടുള്ള, അതായത് ആൾക്ക് താല്പര്യമുള്ള നന്ദി ദൈവമേ, തിരുനാമ കീർത്തനം, ഇതൊക്കെ ചെറുതായി ക്ലിയറായി തുടങ്ങുന്ന രീതിയിൽ ആൾ പാട്ടിൻ്റെ രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ആളുടെ ഈ ചുണ്ടൊക്കെ എപ്പോഴും വരണ്ട് പോകുന്നൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിപ് ബാം എന്തെങ്കിലും തേക്കുക, അല്ലെങ്കിൽ ചുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടാൻ തുടങ്ങും, പിന്നെ അത് ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഒരു നേഴ്സ് പെട്ടെന്ന് പറഞ്ഞു തേനായാലും കുഴപ്പമൊന്നുമില്ല ചേച്ചി. അപ്പോഴാണ് ഞങ്ങളുടെ കയ്യിൽ കൃപാസനം തേൻ അവിടെ റൂമിലുണ്ടായിരുന്നു. അങ്ങനെ കൃപാസനം തേനും തേച്ച് കൊടുത്തു. അപ്പോൾ ആൾ ചുണ്ട് നനയ്ക്കാൻ പറയുമ്പോൾ ഈ തേച്ച് കൊടുക്കുന്ന തേനിൻ്റെ വായിലൂടെ വേറൊന്നും പോവാത്തത് കൊണ്ട് ചുണ്ടിങ്ങനെ നക്കാൻ തുടങ്ങുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ തേനും എല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹം പ്രവർത്തിച്ച് വൈക്കത്ത് നിന്നും ഏപ്രിൽ 3-ാമത്തെ ആഴ്ച പോരുമ്പോൾ അത്യാവശ്യം അവനവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായി ആശയവിനിമയം ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിൽ എൻ്റെ ഭർത്താവിനെ ദൈവം മാറ്റി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി.
വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും കുവൈറ്റിൽ നിന്ന് റിമൈൻഡർ വന്നു, ജൂലൈ 1-ാം തീയതി നിങ്ങൾ ജോലിക്ക് കയറിയില്ലെങ്കിൽ എന്നേക്കുമായിട്ട് നിങ്ങളെ പിരിച്ചുവിടും. ആൾക്ക് ഭയങ്കര സങ്കടമായി. നമ്മൾ മെഡിക്കൽ ട്രസ്റ്റിൽ വന്നു. വീണ്ടും മാതാവിൻ്റെ തന്നെയാണ് കരുണ നമ്മൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാവിനോട് ചോദിക്കുന്നു. അങ്ങനെ ഡോക്ടർ ആളെ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ഫിറ്റാണ്, ആൾക്ക് യാത്ര ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നമ്മൾ കുവൈറ്റിലേക്ക് ഇവിടുത്തെ ഡോക്ടറുടെ സമ്മതപ്രകാരം ചെന്നു. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വിചാരം ഓക്കെ ജൂലൈ 1 തൊട്ട് നമ്മൾ ജോലിക്ക് കയറും, വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ ചെന്നപ്പോഴാണ് അടുത്ത പ്രശ്നം പറയുന്നത്. ജൂലൈ 2-ാം തീയതി അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആളെ ഇൻ്റർവ്യൂ പോലെ ചെയ്യും. ആളത് ആ ഇൻ്റർവ്യൂ പാസ്സായാൽ മാത്രമേ അവർ ആളെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. അന്ന് വൈകുന്നേരം അപ്പം ഞാൻ ശരിക്കും, അതായത് ആരും നമ്മുടെ ചുറ്റുമില്ല, നമ്മളൊരു അന്യനാട്ടിൽ സഹായിക്കാൻ ആരുമില്ല, ആശ്രയിക്കാനൊന്നുമില്ല. ചില നേരത്തെ മനസ്സൊക്കെ മടുത്ത് ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എന്നുള്ളൊരു നിലയിലേക്ക് വരെ ഞാൻ പോയി. അവസാനം അന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലൊരു കസിൻ സിസ്റ്റർ വന്നു. ആളുടെ പേര് ജോബി എന്നാണ്. ആൾ വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല. ഹസ്ബൻഡിനെ കണ്ടു. എൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു കൊന്തയും കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ആ പടമുള്ള ഒരു കൊന്ത ഇത് തന്നു എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ അത്രയും നാൾ എനിക്ക് സത്യം പറഞ്ഞ കൃപാസനം എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. എങ്ങാനും ഉടമ്പടിയിൽ തെറ്റിപ്പോയാൽ എന്തിനാ വെറുതെ ഇനി ദൈവകോപം കൂടി വരുത്തി വെക്കണോ? അതുകൊണ്ട് പലപ്പോഴും ഉടമ്പടിയെക്കുറിച്ചൊക്കെ ആര് പറഞ്ഞാലും ഞാനതത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോവാറില്ല. കൃപാസനത്തെ ഞാൻ അങ്ങനെ അങ്ങോട്ട് അവഗണിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഒരിക്കൽ മെഡിക്കൽ ട്രസ്റ്റിൽ എൻ്റെ വായിൽ നിന്ന് തന്നെ വന്നു. ആരോ എന്നോട് പറഞ്ഞു കൃപാസനത്തിലെ ഒരു റിക്വസ്റ്റ് രജിത നേരിട്ട് ചെല്ലൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഞാനും മാതാവിനോട് തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്, ഇപ്പോൾ കൃപാസനത്തിൽ തന്നെ പോകണമെന്നുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിപ്പോൾ കൃപാസനത്തിൽ തന്നെ പോകണമെന്നില്ല എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ടാണ് മാതാവ് എന്നെ ഇന്ന് ഇവിടെ നിർത്തി സാക്ഷ്യം പറയിപ്പിക്കുന്നത്. അങ്ങനെ ആ സിസ്റ്റർ വഴി, ആ കസിൻ സിസ്റ്റർ വഴി ഞാൻ കസിൻ സിസ്റ്ററോട് ചോദിച്ചു, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്താലോ, എനിക്ക് പേടിയാവുന്നു. അപ്പോൾ എന്നോട് ആൾ പറഞ്ഞു, ഒന്നിനും പേടിക്കണ്ട, എന്തിനാ പേടിക്കുന്നത്, ധൈര്യമായിട്ട് മോളെടുക്ക്, നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി ജൂലൈ 3-ാം തീയതി എടുത്തു. അന്ന് തൊട്ട് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. അന്നാണ് ഉടമ്പടി ഉപ്പിനെ കുറിച്ചും ഉടമ്പടി തൈലം ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നത്. ഉടമ്പടി ഉപ്പ് അന്ന് എൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം പോകുന്ന മെഡിക്കൽ ചെക്കപ്പിൻ്റെ പേപ്പറുകളുടെ കൂട്ടത്തിൽ ഞാൻ ആളോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഈ ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആളുടെ വായിലും കുറച്ച് കഴിക്കാൻ കൊടുത്തു, വിശ്വാസ പ്രമാണവും ചൊല്ലി. കൂടെ പോയ ചേട്ടൻ എന്നോട് പറഞ്ഞത്, നമ്മളെ കയറ്റില്ല അവിടെ. ആ ഡോക്ടേഴ്സ് പറഞ്ഞത്, ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, ന്യൂറോ ഉണ്ടായിരുന്നു, ജനറൽ ഫിസിഷ്യൻ ഉണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ആൾ സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ഇൻ്റർവ്യൂ സെഷൻ, ജോലിയിൽ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾക്ക് ജോലിയിൽ തിരിച്ച് കയറാൻ പറ്റി. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ മാതാവ് എന്താ പറയുക, അടിമുടി മാറ്റിമറിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാശ് 2 ഹോസ്പിറ്റലുകളിലായിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ഒരെണ്ണം ഉണ്ടായിരുന്നു, 6 മാസമേ ചേർന്നിട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇൻഷുറൻസുകാർ റിജക്റ്റ് ചെയ്തു, 10 പൈസ പോലും തരില്ല. കാരണം അവരുടെ കണ്ടുപിടുത്തത്തിൽ ഇത് കൊളസ്ട്രോൾ കൊണ്ട് ഉണ്ടായതാണെന്ന് അവർ വരുത്തി തീർക്കാൻ നോക്കി. ലാസ്റ്റ് അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് വരെ വിളിച്ച് എന്നോട് പറഞ്ഞു, മാമിന് ഇനി കേസിന് പോവാം, ഈ കാശ് 10 പൈസ കിട്ടലുണ്ടാവില്ല. അന്ന് ഞാനൊരു സാക്ഷ്യം കേട്ടു. ഒരു കുട്ടി പറയുകയാണ്, ഈ മാതാവിൻ്റെ പടത്തിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാറുണ്ട് ആ കുട്ടിയെന്ന്. അപ്പോൾ ഞാനും ഒരു ഡേറ്റ് ഇട്ട് മാതാവിനോട് പറഞ്ഞു. എനിക്ക് ഈ പാട്ടുകളിലെ ലിറിക്സൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു പാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ തന്നെ അഭിഭാഷകയായി പ്രാർത്ഥിച്ചിടണമേ അമ്മേന്ന്. അപ്പോൾ ഞാൻ ആൾ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു. വേറെ വക്കീലിനൊന്നും വെക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല, മാതാവ് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണം. ഞാൻ ഓഗസ്റ്റ് 2 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഞങ്ങളുടെ വീട്ടിലുള്ള പടത്തിൽ ഞാൻ പെൻസിൽ കൊണ്ട് എഴുതിയിട്ടു. വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സെപ്റ്റംബർ 2-ാം തീയതി ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് 29-നൊക്കെ ഞങ്ങൾക്ക് പ്രിപ്പറേഷൻ വർക്ക്സാണ്. അന്ന് ഒരു തിങ്കളാഴ്ച ഞാൻ പോകുമ്പോൾ ഞങ്ങളുടെ LIC ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഡിനൈ ചെയ്തു എന്നൊരു മെസ്സേജ് ആയിരിക്കും, ഇനിയിപ്പോൾ അത് നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഓഗസ്റ്റ് 2-ന് തന്നില്ലല്ലോ മാതാവ്, എന്നാൽ പിന്നെ എനിക്കൊന്നും തരികയില്ല എന്നാണ് എൻ്റെ ഉള്ളിൽ. എന്തായാലും മനസ്സിൽ തോന്നി അതൊന്ന് ഓപ്പൺ ചെയ്യാം.
ഓപ്പൺ ചെയ്തു. ഞാൻ നോക്കി 50,000 രൂപയുണ്ട്. എന്നാലും എനിക്കൊരു സന്തോഷം തോന്നി. മാതാവ് ഞാൻ പറഞ്ഞിട്ട് 5 ലക്ഷമായിരുന്നു ഞങ്ങളുടെ ഇൻഷുറൻസ്, 5 ലക്ഷവും തരണം എന്നാണ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ മാതാവിനോട് തന്നെ പറഞ്ഞു, കുറച്ച് അതിമോഹമല്ലേ, 5 ലക്ഷമൊക്കെ വേണമെന്ന് 6 മാസം ആയിട്ടുള്ളൂ ഇൻഷുറൻസ് എടുത്തിട്ട്, സാരമില്ല, 5 ലക്ഷം ചോദിച്ച് എനിക്ക് നീ 50,000 തന്നില്ലേ, എനിക്ക് ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് ഈ ഇൻഷുറൻസ് ഏജൻറ്റ് അയച്ച സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ സിസ്റ്റർക്കും ആളുടെ സിസ്റ്റർക്കും ബ്രദർ-ഇൻ-ലോയ്ക്ക് അയച്ചു കൊടുത്തു. പിന്നെ തുടരെ ഇവരൊക്കെ എന്നെ വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ നിൻ്റെ മെമ്മറിക്ക് വല്ല പ്രശ്നം ബാധിച്ചു? അത് 50,000 അല്ല മോളെ, അത് 5 ലക്ഷവും അവരനുവദിച്ച് തന്നേക്കാണെന്നാണ് പറഞ്ഞതെന്ന്. ഞാൻ തന്നെ, അതായത് ഈ ഇൻഷുറൻസ് ഏജൻസി ഓഫീസ് തന്നെ ഞെട്ടിപ്പോയി. വെറും 6 മാസം ഇൻഷുറൻസ് എടുത്തിട്ടുള്ള എനിക്ക് 5 ലക്ഷവും ഇത്രയും നാൾ റിജക്റ്റ് ചെയ്ത ഒരു കമ്പനിക്കാർ പെട്ടെന്നൊരു ദിവസം 5 ലക്ഷം എങ്ങനെ അനുവദിച്ചു? അവർക്കൊന്നും ഉത്തരമില്ലെങ്കിലും എനിക്ക് നല്ല ഉത്തരമുണ്ട്. എൻ്റെ കൃപാസന മാതാവ് തന്നെ തന്നതാണ്. അന്ന് തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പരീക്ഷണങ്ങൾ. പക്ഷേ ഇവിടെ കേൾക്കുന്ന ഓരോ സാക്ഷ്യവും അച്ഛൻ്റെ ഓരോ സ്പീച്ചും എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. ഒരു കുടുംബ പ്രാർത്ഥനയുടെ കൊന്തൊക്കെ തന്നെയേ ഞാൻ എത്തിക്കുള്ളൂ. ഭർത്താവ് ഭയങ്കരമായിട്ട് കൊന്തെത്തിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നോട് പറയാറുണ്ട്, ഭർത്താവ് സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ കാശ് വെച്ച് സമ്പാദിക്കുന്നതിൽ ആൾ അത്ര മിടുക്കനൊന്നും അല്ലെങ്കിലും കൊന്ത എത്തിച്ച് മാതാവിൻ്റെ അടുത്ത് ഒരുപാട് അനുഗ്രഹം ആൾ വാങ്ങിച്ചു. ആ അനുഗ്രഹമാണ് ഇപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ അസുഖം വന്ന് 3 മാസം കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞ സ്ഥാനത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ നല്ല മിടുക്കനായിട്ട് എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകാൻ തുടങ്ങി. എല്ലാ മനുഷ്യനെയും പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. സംസാരത്തിനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോഴും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ, അച്ഛൻ്റെ പഴയ സ്പീച്ചിൽ ഉടമ്പടിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണം വരും, പക്ഷെ നിങ്ങൾ വീണു പോവില്ല. അത് തന്നെയായിരുന്നു എനിക്കുണ്ടായത്. ഞങ്ങൾക്ക് സാമ്പത്തികമായി പെട്ടെന്ന് വന്ന ഈ ഒരു പ്രതിസന്ധിയിൽ കുവൈറ്റിൽ നിന്നും ഒരുപാട് പേര് നമ്മൾ വിചാരിക്കാത്ത, നമ്മളിനി എന്ത് ചെയ്യും കാശിനെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഓരോരുത്തർ, ടീച്ചറെ ഇന്ന ഭാഗത്തുനിന്ന് പള്ളിയുടെ ഒരു സംഘടനയുണ്ട്, അപ്പോൾ നമ്മൾക്ക് ഇന്നത് വേണ്ട പോലെ ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് സങ്കടപ്പെടുമ്പോഴേക്കും മാതാവ് മറ്റേ വശത്ത് ആശ്വാസവുമായിട്ട് എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ 9-ാം തീയതി ഇവിടെ റിവ്യൂവിന്, ഈ മാസം 6 മാസം കഴിയുമ്പോൾ റിവ്യൂ ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റിൽ വരാൻ ഒക്ടോബർ 9-ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയാറുണ്ട്, കൃപാസനത്തിൽ കാല് കുത്തണമെങ്കിൽ വരെ അതിനൊരു അനുഗ്രഹം വേണമെന്ന്. അപ്പോൾ ഞാനത് മനസ്സിൽ വിചാരിച്ച് ഭയങ്കര പേടിയുണ്ടായിരുന്നു എനിക്ക്. മാതാവിൻ്റെ അടുത്ത് ഇത്രയും നാൾ കാണിക്കാത്ത ഭക്തി ഒരാവശ്യത്തിന് ഓടി വന്നു എന്ന് മാതാവിന് തോന്നല്ലേ, എനിക്ക് കൃപാസനത്തിൽ വരണമെന്ന് ഉള്ളുരുകി തന്നെ പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സാണ് ബുക്ക് ചെയ്തിരുന്നത്. 2 ദിവസം മുന്നേ 7-ാം തീയതി നമ്മൾ അറിയുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആ ഫ്ലൈറ്റ് അവർ ക്യാൻസൽ ചെയ്തു എന്ന്. നമ്മൾക്ക് ആകെ 10 ദിവസത്തെ ലീവാണ് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നത്. അത് സാങ്ഷൻ ആവുകയും ചെയ്തിരുന്നു. 2 ദിവസം വീണ്ടും കഴിഞ്ഞു. സെയിം റേറ്റിൽ, ഇനി ക്രിസ്മസ് ആയാൽ റേറ്റുകളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. മാതാവ് എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴേക്കും സെയിം ഫ്ലൈറ്റ് തന്നെ അവർ റീഷെഡ്യൂൾ ചെയ്തു ബുധനാഴ്ചയ്ക്ക്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നീ കൂടെ വരുന്നില്ലെങ്കിൽ, ബൈബിളിൽ അങ്ങനെ ഒരു ഭാഗമുണ്ടെന്ന് ചേച്ചി എന്നോട് എപ്പോഴും പറയാറുണ്ട്, പുറപ്പാടിലോ മറ്റോ മോശ പ്രാർത്ഥിച്ചത്, കർത്താവേ നീ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ വിടരുത് എന്ന് പറഞ്ഞത് ഞാനും റിപ്പീറ്റ് ചെയ്തു. ഞങ്ങളുടെ കൂടെ വരുന്നില്ല, ഞങ്ങളെ സഹായിക്കാൻ നീ ഇല്ല എങ്കിൽ ഞങ്ങളെ തനിച്ച് വിടരുത് എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞങ്ങൾ കുവൈറ്റ് എയർപോർട്ടിൽ വന്നു. ഒരുവിധം ക്ലിയറൻസൊക്കെ കഴിഞ്ഞു. ഞാൻ ഹാപ്പിയായി. പിന്നെയുള്ള പ്രശ്നം ആൾക്ക് ഇനി ഫ്ലൈറ്റിൽ വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത് മാത്രമാണ്. എക്സിറ്റിൻ്റെ സീൽ ചെയ്യുന്ന ഭാഗത്ത് വന്നപ്പോൾ പെട്ടെന്ന് എമിഗ്രേഷൻ ഓഫീസർ ആളെ തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ വാട്ടർ ബില്ല് കുടിശ്ശിക കിടക്കുന്നുണ്ട്, അതടയ്ക്കാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവർ ഫുൾ അറബിയിലാണ് സംസാരിക്കുന്നത്, എനിക്ക് അറബി അറിയില്ല. അവർ രാത്രി 12:30 സമയമാണ്, ഫ്ലൈറ്റ് 1:30-ക്കാണ്. ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ മതിയോ? പറ്റില്ല, കടത്തിവിടില്ല എന്ന് ഉറപ്പ് തന്നെ പറഞ്ഞു. അവർ വെറുതെ ആക്ഷൻസ്, നമുക്ക് അറബി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഡയറക്ഷൻസ് വെറുതെ ഇങ്ങനെ കൈ ചൂണ്ടി അവിടെ പോ ഇവിടെ പോ എന്ന് പറയും. അങ്ങനെ ലാസ്റ്റ് എവിടെയാണ് പേ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറേ ഓടി നടന്നു. മാതാവിനെ വിളിക്കുന്നു, മാതാവിൻ്റെ ഭാഗത്തൊന്നും സഹായമില്ല എന്ന് തോന്നി. അങ്ങനെ അവസാനം അടയ്ക്കേണ്ട ഓഫീസിലേക്ക് എത്തിപ്പെട്ടപ്പോൾ അവിടെ ഓഫീസറില്ല. അയാളെ ഫോൺ ചെയ്യാൻ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്പർ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ലിങ്ക് അയക്കും,
ലിങ്ക് വഴി നിങ്ങൾ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. ലിങ്ക് എടുക്കാൻ നോക്കി, ലിങ്ക് ഓപ്പൺ ആവുന്നില്ല. സമയം വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അറബി അറിയുന്നില്ല. അയാളും അറബിയിലാണ് കൂടുതൽ കാര്യങ്ങളും പറയണത്. ഒറ്റ കാര്യം ഞാൻ മാതാവിനോട് പറഞ്ഞുള്ളൂ, എന്നെ പരീക്ഷിക്കണ്ട, എനിക്ക് വന്നേ പറ്റൂ കൃപാസനത്തിൽ, സാക്ഷ്യം പറയാതെ ഞാൻ തിരിച്ചു പോരില്ല. ആ നേരത്ത് ഒരു നല്ല എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്, സുന്ദരനായ ആശാരിച്ചക്കൻ നമ്മുടെ ഈശോനെ കുറിച്ച് ഏതോ ഒരച്ഛൻ ടോക്കിൽ ഞാൻ യൂട്യൂബിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഒരു മാതൃകയിൽ ഒരു കുവൈറ്റി അവിടെ ഇരുന്ന് വെറുതെ ഇരിക്കുക. ഞാൻ അയാളുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്ക് വാട്ടർ ബില്ല് അടച്ച് പെട്ടെന്ന് പോകണം, 1:30-ക്കാണ് ഫ്ലൈറ്റ്. ഒരു മടിയും പറയാണ്ട് അയാൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ നോ ടെൻഷൻ നോ ടെൻഷൻ. അയാൾക്ക് ഒട്ടും ഇംഗ്ലീഷ് കംഫർട്ടബിൾ അല്ല. അയാളിങ്ങനെ ഒറ്റമുറിയിലൊക്കെ പറഞ്ഞു, കാര്യം ചോദിച്ചു. ഞാൻ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അയാൾ വേഗം എൻ്റെ ഫോൺ വാങ്ങിച്ചു. കുവൈറ്റുകളുടെയൊക്കെ സ്വഭാവം അറിയുമോ എന്ന്, നമ്മുടെ നാട്ടിൽ അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ഒരു അഹങ്കാരി നേച്ചർ എന്നാണ് അവരെ പറയുക. നമ്മൾ അടുത്ത് പോലും ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവർ യൂസ് ചെയ്യുന്ന ഫോണൊക്കെ കോടികൾ വില വരുന്നതായിരിക്കും. എൻ്റെ ഒരു സാധാ ഫോൺ ആ ഒരു കുവൈറ്റി കയ്യിലെടുത്ത് അതിൽ അയാൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതും റെഡി ആവുന്നില്ല. അപ്പം എന്നോട് അവർ പറഞ്ഞു, അയാൾ എന്നോട് ചോദിച്ചു, സിസ്റ്ററുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ടാവോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ക്യാഷ് ഉണ്ട്, കുവൈറ്റ് ദിനാറുണ്ട്. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിക്കാതെ തന്നെ അയാൾ എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പേ ചെയ്യാം, നിങ്ങൾ കുവൈറ്റ് ദിനാറായിട്ട് എൻ്റെ കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓൺ ദ സ്പോട്ട് അയാൾ കാര്യങ്ങൾ ചെയ്തു. ഞാൻ ക്യാഷ് കൊടുത്തു. കറക്റ്റ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തതും ഞങ്ങൾ ലൈനിലെത്തി. സുഖമായി ഇവിടെ വന്നു. മെഡിക്കൽ ട്രസ്റ്റിൽ വെള്ളിയാഴ്ച പോയി. ഡോക്ടർ പറഞ്ഞു നോർമൽ ഹെൽത്തി മാനാണ്, ഇനി ഒരു പ്രശ്നവുമില്ല, എല്ലാം പണ്ടത്തെ പോലെ തന്നെ ചെയ്യാം. ആളും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ഇന്ന് അവിടെ നിന്ന് പോരുമ്പോഴേ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, തിങ്കളാഴ്ച ഉടമ്പടി എടുത്തിട്ട് എനിക്ക് സാക്ഷ്യം പറഞ്ഞേ ഞാൻ പോരൂ എന്നുള്ളത്. അതിനുവേണ്ടി മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങി. അച്ഛൻ പറയുന്ന പോലെ വെറുതെ ഒന്നും മാതാവിൻ്റെ അടുത്തേക്ക് മാതാവ് എത്തിക്കില്ല. പിന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഒരു കുടുംബ പ്രാർത്ഥനയിലെ കൊന്ത തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിച്ച് അവസാനിപ്പിക്കുന്ന ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ട് എന്നും 3 മണിക്ക് എഴുന്നേറ്റ് 4 മണിക്കുള്ളിൽ 4 ജപമാലയും ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പോയതിന് ശേഷം കരുണക്കൊന്തയും എത്തിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയേക്കുന്നത്. അതുപോലെ ബൈബിൾ റീഡിങ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ½ ആൻ അവർ. എന്നാലും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടുകൊണ്ട് വായിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാരുണ്യ പ്രവൃത്തിയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൃപാസനത്തെക്കുറിച്ച് എതിർക്കാൻ പറയുന്നവരോട് ഞാൻ ഒരുപാട് തർക്കിക്കാൻ തുടങ്ങി. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, എനിക്കുണ്ടായിരുന്നൊരു ധാരണ മറ്റുള്ളവരിൽ വരരുത് എന്ന് വിചാരിച്ച്, ഇവിടെയുള്ളത് തട്ടിപ്പൊന്നുമല്ല, മാതാവിൽ കേന്ദ്രീകരിച്ച് സുവിശേഷത്തിൽ പറയുന്ന കാര്യങ്ങൾ അച്ഛൻ കൃത്യമായി പറഞ്ഞു തരുന്നു. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ബൈബിളിൽ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഞാൻ എല്ലാവർക്കും, അറിയുന്നവരിൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സർജറി ചെയ്ത ഡോക്ടർ അവസാനം എന്നോട് പറഞ്ഞത്, ഞാൻ പഠിച്ച മെഡിക്കൽ സയൻസ് അല്ല ഡെനീസിൽ പ്രവർത്തിക്കുന്നത് എന്നാണ്. അതിൽ നിന്നും ഞാൻ വായിച്ചെടുത്തത് ശാസ്ത്രം തോറ്റെടുത്ത് ദൈവശാസ്ത്രം വിജയിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് ഞാനൊരു അച്ഛൻ്റെ ഒരു സ്പീച്ച് കേട്ടിരുന്നു. ആ സ്പീച്ചിൽ ആ അച്ഛൻ പറയുന്നത്, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തോളാനാണ് പറയുന്നത്, പിന്നെ നടക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ പ്ലാനുകളാണ്. സത്യമാണ്, ദൈവത്തിൻ്റെ പ്ലാനുകളാണ് ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഹസ്ബൻഡ് പ്രാർത്ഥനയൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് എത്തിക്കും. ദൈവമഹത്വത്തിന് കൂടുതൽ കൂടുതൽ എല്ലാവരും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ ഞാൻ ചുരുക്കുന്നു. മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഞാനും എൻ്റെ കുടുംബവും എല്ലാ കാലങ്ങളിലും ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവം എല്ലാവരിലേക്കും എത്തിക്കുമെന്ന് ഞങ്ങളൊക്കെ ഉറപ്പ് വിചാരിച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ഈ ഉടമ്പടിയിൽ തുടരുമെന്നുള്ളതോടൊപ്പം ഞാൻ മാതാവിന് ഓൺലൈൻ ഉടമ്പടിയിലേ കൊടുത്തിട്ടുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 33:14 ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും.
രജിത ഡെന്നീസ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കഴിഞ്ഞ കുറച്ച് നാളായി ഇവർ കടന്നുപോയ ജീവിതത്തിൻ്റെ വളരെ വലിയ ദുരന്തങ്ങളുടെയും അതിലും വലിയ ദൈവാനുഭവങ്ങളുടെയും സാക്ഷ്യമാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഈ നിമിഷങ്ങളിൽ പങ്കുവച്ചത്. നമ്മളിങ്ങനെ ആദ്യം കേട്ടു തുടങ്ങുമ്പോൾ ഒരു രോഗാവസ്ഥ, അതിൻ്റെ ചികിത്സയുടെ പ്രശ്നങ്ങൾ, അത് മരണവക്ക് വരെ എത്തിയ ജീവിതം, അവിടുന്ന് അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിലുള്ള തിരിച്ചുവരവ്, അതിൽ ആദ്യം ഉടമ്പടി പത്രം ആശുപത്രി കിടക്കയിൽ വയ്ക്കുന്നത്, ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നത്, ഉടമ്പടി ഉപ്പ് കൊടുത്ത് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഉടമ്പടി തേൻ കൊടുത്തുകൊണ്ട് നാവിനെ ശക്തിപ്പെടുത്തി സംസാരശേഷിയിലേക്ക് കൊണ്ടുവരുന്നത്, അങ്ങനെ രോഗത്തിൻ്റെ സൗഖ്യത്തിലേക്ക് നയിച്ച ഓരോ കാര്യങ്ങളും 40 ദിവസങ്ങൾക്കുള്ളിൽ എഴുന്നേറ്റ് നടക്കുന്നതും, പിന്നീട് ഒരിക്കലും കിട്ടില്ലെന്ന് പറഞ്ഞ ഇൻഷുറൻസ് നിമിഷങ്ങൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ അത് എത്രയായിരുന്നു ചേർന്നിരുന്നത് മുഴുവൻ തുകയും 5 ലക്ഷം രൂപയും ഇൻഷുറൻസ് ലഭിച്ചുകൊണ്ട് ആ ഒരു വലിയൊരു എപ്പിസോഡ്, ആ രോഗത്തിൻ്റെ ക്ലേശത്തിൻ്റെ മരണവക്കിൽ നിന്നും ജീവിതത്തിലേക്കുള്ള യാത്രയുടെ മുഴുവൻ എപ്പിസോഡുമാണ് ആദ്യം പങ്കുവെച്ചുകൊണ്ട് സഹോദരി സംസാരിച്ച് തുടങ്ങുന്നത്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വിദേശത്തെത്തി അവിടെയുള്ള കാര്യങ്ങളും തിരികെ നാട്ടിലേക്ക് വരുവാൻ നേരമുണ്ടായ വലിയ പ്രതിസന്ധികളും, അവിടെയും ശരിക്കും അത് സൂചിപ്പിക്കുന്നുണ്ട് ദൈവദൂതൻ്റെ സംരക്ഷണം, സഹായികയായ സഞ്ചാരി മാതാവായ സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ, ആ മണിക്കൂറുകൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ അകത്ത് എമിഗ്രേഷൻ അവിടെ ചെന്ന കാര്യങ്ങളെല്ലാം ശരിയാക്കി ബോർഡിങ്ങിൽ ആയി യാത്രയ്ക്ക് പുറപ്പെടേണ്ടവർക്ക് അവിടെയുള്ള വെള്ളക്കരം അടച്ചില്ല എന്നതിൻ്റെ പ്രശ്നം വന്ന് ചേരുകയും അടയ്ക്കുവാൻ കയ്യിൽ പൈസയുണ്ട്, ലിങ്കിൽ അടയ്ക്കുവാനായിട്ട് അതും പൈസയുണ്ട്, അടയ്ക്കാനാവാത്തതും ഉദ്യോഗസ്ഥരെ കാണാനാവാത്തതുമായ വലിയ പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ മറ്റൊരു വ്യക്തി, ആ സ്വദേശി തന്നെ, അത് ദൈവദൂതനെ പോലെ എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് യാത്ര കൃത്യതയോടുകൂടി നാട്ടിലേക്ക് വരുവാൻ സഹായിക്കുന്നു. അവിടെ സമയം ചുരുക്കുന്ന അമ്മയുടെ സാന്നിധ്യമുണ്ട്, അവിടെ സഞ്ചാരി മാതാവിൻ്റെ സഹായമുണ്ട്, അവിടെ അസാധ്യമെന്ന് കരുതുന്ന ഒരു കാര്യം, യാത്ര മുടങ്ങുമെന്ന് കരുതുന്ന ഒരു കാര്യം, അത് സുഗമമായി നിർവഹിച്ചു തരുന്ന അമ്മയുടെ സംരക്ഷണമുണ്ട്. ഒരു ദിനം മുടങ്ങിയ യാത്ര 2-3 ദിവസം കഴിയുമ്പോൾ യാതൊരു ക്ലേശവും തടസ്സവുമില്ലാതെ തുടരുവാൻ വേണ്ടി പ്രതിസന്ധികളെയും അനിശ്ചിതമായ അവിചാരിതമായ അനിശ്ചിതത്വങ്ങളെയും മാറ്റിത്തരുന്ന പരിശുദ്ധമ്മയുടെ സംരക്ഷണമുണ്ട്. എത്രയോ ഉടമ്പടിയുടെ ഓരോരോ കാര്യങ്ങളെയും എത്ര സുന്ദരമായിട്ട് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്നിങ്ങനെ വായിച്ചെടുക്കുവാൻ പറ്റും. വലിയ അനുഗ്രഹം ഈ കുടുംബത്തിന് അമ്മ മാതാവും തിരുക്കുമാരനും നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി പറയുമ്പോൾ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 ഞങ്ങളെ നിരന്തരം ബലപ്പെടുത്തിയത്, സൗഖ്യത്തിലേക്ക് നയിച്ചത്. ജ്ഞാനം 16:12 നമ്മൾ വായിക്കുന്നു, കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് സഹോദരി പറയുന്നത്, വൈദ്യശാസ്ത്രം തോറ്റെടുത്ത്, വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യുവാനില്ല എന്ന് പറയുന്നിടത്ത് ദൈവശാസ്ത്രം വിജയിക്കുന്നു, ദൈവത്തിൻ്റെ കരബലം കാണുന്നു, അമ്മ മാതാവിൻ്റെ ഇടപെടൽ അറിയുന്നു, അമ്മയുടെ സംരക്ഷണയിൽ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നു, കുടുംബത്തെ സുരക്ഷിതമാക്കുന്നു, സഹോദരന് ആരോഗ്യം കൈമാറുന്നുവെന്ന്. ഈ വലിയ സാക്ഷ്യത്തിന് അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതിസന്ധിയുടെ നാളുകളിൽ നടത്തിയ എല്ലാ പ്രാർത്ഥനകൾക്കും അമ്മ മാതാവ് നൽകിയ കരുതലുള്ള ഈ സ്നേഹത്തിന് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.